അൽഹംദുലില്ലാഹ്. അല്ലാഹു റസൂൽ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹ്. ആചാര്യ നിങ്ങളോടൊക്കെ പോണേ ഞങ്ങളൊന്ന് കാണാൻ വന്നാണ്. എന്തിനാ? അല്ല റംസാനൊക്കെ അല്ലേ സക്കാത്തും പൈസക്ക്. സക്കാത്തും പൈസ ഇവിടുന്ന് തന്നാൽ ആരും കാണൂല. ഇജ്ജ് അങ്ങാടിക്കാണ് പോരാ, അവിടുന്നാണെങ്കിൽ എല്ലാരും കാണും ചെയ്യും. ആചാര്യ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നല്ല ഇസ്ലാമിക നിയമം. നിങ്ങൾ എന്ത് വർത്താനം ആചാര്യ പറഞ്ഞു? എന്നെ ദീൻ ഇസ്ലാമും പഠിപ്പിച്ചിട്ടുണ്ട്. അന്നെ അറിയാം എനിക്ക്, എന്റെ ബാപ്പാനി അറിയാം എനിക്ക്. മനസ്സിലാവണ്ട എനിക്ക്? ഇജ്ജ് മാറാവിടുന്ന് എന്റെ ബൈക്കാ പോട്ടെ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്താ ഇവിടെ ഇരുന്ന് ഉറങ്ങണ്? ഉറങ്ങൊന്നല്ല, സക്കാത്തും പൈസക്ക് ഇറങ്ങിയതാണ്. നിങ്ങൾ ഇപ്പോൾ പോണ ഉസ്താദെ? ഞാൻ അങ്ങാടിക്ക് ഒന്നാണ്ട് ഇറങ്ങാണ്. മൊബൈലില് പൈസ കഴിഞ്ഞിക്കണ്, അതൊന്ന് റീചാർജ് ചെയ്യണം. പിന്നെ കുറച്ച് ബത്തക്കയും ആപ്പിളും മുന്തിരിയൊക്കെ വാങ്ങണം. അതിനിപ്പണ്ട് ഇറങ്ങിയതാണ്. അല്ല നിങ്ങൾക്ക് ധൃതി ഉണ്ടാ? ഇത് കുറച്ച് സംശയങ്ങൾ ചോദിക്കാണ്ടായിരുന്നു. ധൃതിയാനാണ്, എന്നാലും വേണ്ടില്ല, ഇജ്ജ് ചോദിച്ചോ. ഞങ്ങൾ ഇരിക്കി. അല്ലാഹ്. ഉസ്താദെ, ഈ സക്കാത്ത് എങ്ങനെ കൊടുക്കേണ്ടത്? നാലാളെ അറിയിച്ചു കൊടുക്കണ അതോ സ്വകാര്യത്തിൽ കൊടുക്കണ? അതൊന്ന് പറഞ്ഞുതരും. സക്കാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഏതായാലും ഞാൻ ചുരുക്കി എനിക്ക് പറഞ്ഞുതരാം. അതായത് സക്കാത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർഹതപ്പെട്ടവന് അവന്റെ വീട്ടിൽ കൊണ്ടുവച്ച് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ പള്ളിയിൽ ഏൽപ്പിക്കുക. അവര് അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല, അങ്ങനെ കൊടുക്കാം. പിന്നെ അല്ലാതെ നമ്മൾ വീട്ടില് വിളിച്ചെടുത്തിട്ട് ഇങ്ങനെ ലൈന് നിർത്തിയിട്ട് കൊടുക്കുന്നത് തെറ്റാണ്. അങ്ങനൊന്നും ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല. ഞാൻ നമ്മളെ അബ്ദുറഹ്മാനാജിയുടെ അടുത്ത് പോയതെന്ന് സക്കാത്തും പൈസക്ക്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞതേ, ഇയാളും മനുഷ്യനുള്ളടത്ത് കണ്ടുപാ, അങ്ങാടിയിലല്ല പാളും മനുഷ്യന്മാരും കൂടുള്ളൂ, അവിടുന്ന് തരാന്ന് പറഞ്ഞു. അബ്ദുറഹ്മാനാജി അങ്ങനെ പറഞ്ഞ? അങ്ങനെ പറയാൻ ചാൻസ് ഇല്ലല്ലോ. അല്ല അങ്ങനെ പറഞ്ഞ അയാള് തന്നെ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സാറോടെ ഇരിക്കും. നിങ്ങൾ എവിടെ വരുന്ന? ഞാൻ ആ പൈക്കള് അവിടെ കെട്ടിയിട്ടുണ്ട് ഫോമില്. അപ്പൊ പാല് കറക്കുന്നുണ്ട്. ബംഗാളികളാണ്. അപ്പൊ അതിനെ എത്തിക്കണത് പോയതായിരുന്നു. ഇപ്പൊ എല്ലാറ്റിനും ബംഗാളികളാണ്. നമ്മളെ ആൾക്കാരെ കിട്ടാനില്ലല്ലോ. ഞങ്ങളെ തെരഞ്ഞെടുക്കൽ തുടങ്ങി 2 ദിവസമായിക്കണം. സക്കാത്തും പൈസ വേണ്ടങ്ങക്ക്. അത് വാങ്ങരുത് ഉസ്താദെ. ഇവിടെ ആളും മനസ്സിലും ഇല്ല. നിങ്ങൾ അങ്ങാടിന്ന് തരാന്നല്ലേ എന്നോട് പറഞ്ഞത്? അങ്ങാടിന്ന് ഒടുക്കി. ആചാര്യ, എനിക്ക് നിങ്ങളോടും ദേഷ്യമില്ല, ഇവനോടും ദേഷ്യമില്ല. ഇതിലിപ്പോ എന്താ ഉണ്ടായിന്ന് വെച്ചാല് എനിക്കൊരു 10 ഉറുപ്പിക ഇട്ടണത് മുമ്പില്ലാതായി. ഉസ്താദെ, സക്കാത്ത് കൊടുക്കേണ്ടത് പബ്ലിസിറ്റിക്കല്ല. അതെ. അപ്പൊ അതെന്താന്നുള്ള ഇയാൾക്കൊന്ന് പറഞ്ഞു. എന്നെ പഠിപ്പിച്ചണ്ട. അന്നെ പോലെ അറിവും വീരപ്പം എനിക്കും ഉണ്ട്. ഒരു നോമ്പായി പോയല്ലോ, ഒരു കൂത്താണ്ട് കുത്തിയാണ്ടല്ല. ആചാര്യ, നിങ്ങൾ രണ്ടാളും ഈ നല്ലൊരു മാസമായിട്ട് തിരക്ക് കൊതുകുണ്ടാക്കില്ല. ഇവന് അതിന് അർഹതപ്പെട്ടതാണെങ്കിൽ ഇവൻക്ക് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. ഫക്കീർ കുതിരപ്പുറത്ത് വന്നാലും സക്കാത്ത് കൊടുക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണ് ഉസ്താദെ. സ്വത്തും സമ്പാദ്യമൊക്കെ ഇവിടെ ഉപകാരപ്പെടുള്ളൂ. അവിടെ ഉപകരിക്കണമെങ്കിൽ അതിന് നമ്മൾ കുറേശ്ശാണ് കൊടുക്കണം.
അല്ലാതെ നമ്മൾ അട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല. നാളെ അവർക്ക് കാര്യം ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്താലേ നാളെ നമുക്ക് ഉപകാരപ്പെടുള്ളൂ. ഉസ്താദെ, ഇവന്റെ പേരിൽ വന്ന് സക്കാത്തും പൈസക്ക് ഞാൻ മോശമായി വാനോട് വർത്താനം പറഞ്ഞു. അതിൻ്റെ അടുത്തൊന്നും തെറ്റാണ്. നിങ്ങളിപ്പോൾ രണ്ടാളും പൊരുത്തപ്പെട്ടുകാണ്ട് ആണ് സലാം കൊടുത്തുകാണ്ട് പിരിഞ്ഞാണി. സലാമലൈക്കും. വലൈക്കും അസ്സലാം. എൻ്റെ കുട്ടി വേദാനം പേരീക്കാണ്ട് വരുമുണ്ട്. ഇല്ല, എൻ്റെ പേരേക്ക് ഞാനാണ്ട് വരും. നിങ്ങൾ രണ്ടാളും ഇപ്പോൾ ഒന്നായി. എനിക്കൊരു 10 ഉറുപ്പ്യ കിട്ടിയിരുന്നത് അത് ഇജ്ജ് മുടക്കി. അതിപ്പോൾ ഉണ്ടായ ലാഭം എനിക്ക്. അവസ്ഥ ഞങ്ങൾക്ക് തരാനുള്ള പൈസ അൽഹംദുലില്ലാ.